ടൂറിസം വികസനത്തിൽ കോട്ടയം ജില്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഈരാറ്റുപേട്ട വാഗമൺ റോഡ് നവീകരണം മികച്ച ഉദാഹരണമാണ്. 19.90 കോടി രൂപ ചെലവഴിച്ച് BM&BC നിലവാരത്തിൽ റോഡ് പൂർത്തിയാക്കി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല. 24 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് നവീകരണം സഞ്ചാരികൾക്ക് ഗുണകരമായി. വാഗമൺ, ഇല്ലിക്കൽക്കല്ല് തുടങ്ങിയ മലയോര ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഇതോടെ സഞ്ചാരികൾ ഒഴുകിയെത്തി. 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽക്കല്ലിലെ കാഴ്ച നയനമനോഹരമാണ്. ഇല്ലിക്കൽക്കല്ലിൽ പശ്ചാത്തല സൗകര്യ വികസനമടക്കം നിരവധി വികസന പദ്ധതികളും സർക്കാർ നടപ്പിലാക്കി. 4.85 കോടി രൂപ മുടക്കിയാണ് വിനോദസഞ്ചാര വകുപ്പ് ഐമനം പഞ്ചായത്തിൽ വലിയമട വാട്ടർ പാർക്ക് പൂർത്തിയാക്കിയത്. വാട്ടർ ഫൗണ്ടൻ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ്, അഡ്വഞ്ചർ ടൂറിസം തുടങ്ങി വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ് ഇവിടം. ചുരുങ്ങിയ കാലം കൊണ്ട് ആഭ്യന്തര വിനോദ ടൂറിസ്റ്റുകളുടെ പ്രധാന കേന്ദ്രമായി വലിയമട മാറി. ഇവിടെ ഈവനിങ് നന്നായിട്ട് ചെലവഴിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. ബോട്ടിങ്, കയാക്കിങ്, സോർബിംഗ് ബോള്, ഹോഴ്സ് റൈഡ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ വളരെയധികം ആൾക്കാർക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടത്തുന്നുണ്ട്. ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ കുമരകത്ത് വളരെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് ഒത്തിരി എൻക്വയറികൾ വരുന്നുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷൻസ് ഉണ്ട്, അങ്ങനെ കുറെ ഫംഗ്ഷനുകൾ വരുന്നുണ്ട്. വൈക്കം ബീച്ച് നവീകരണം, കുമരകം ഹൗസ് ബോട്ട് ടെർമിനൽ എന്നിവ അടക്കമുള്ള പദ്ധതികളും കോട്ടയം ജില്ലയിലെ ടൂറിസം വികസനത്തിന് കരുത്തു പകർന്നു. മീഡിയ 1 കോട്ടയം.